നോർത്ത് പറവൂർ തത്തപ്പിള്ളി മാനടിയിൽ കുമാരൻ ആൻഡ് ജാനകി കുമാരൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും സ്നേഹാദരവും ആഗസ്റ്റ് 15 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തത്തപ്പിള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടക്കുന്നു. പരിപാടികളെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഫൗണ്ടേഷൻ ചെയർമാൻ മാനടിയിൽ സജീവൻ മാധ്യമങ്ങളോട് സംസാരിച്ചു. തത്തപ്പിള്ളി മാനടിയിൽ കുമാരൻ ആൻഡ് ജാനകി കുമാരൻ ഫൗണ്ടേഷൻ നാളെ തത്തപ്പിള്ളി സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ആദരിക്കൽ ചടങ്ങ്, അതായത് തത്തപ്പിള്ളി 5, 6, 7, 8 വാർഡുകളിൽ നിന്നും SSLCക്കും +2നും ഫുൾ A+ കിട്ടിയ കുട്ടികൾക്കും, അതുപോലെ തന്നെ നമ്മൾ ഈ തവണ സ്പെഷ്യലായിട്ട് ആദരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ 4 വാർഡിലെ പഞ്ചായത്ത് മെമ്പർമാരെയും ഈ 4 വാർഡിലെ ആശാവർക്കർമാരെയും ഹരിത സേനാംഗങ്ങളെയുമാണ്. അത് ഞങ്ങളുടെ മനസ്സിലുണ്ടായ ഒരു സ്പെഷ്യൽ ആശയമാണ്. അതോടനുബന്ധിച്ച് തത്തപ്പിള്ളിയിലെ ഒരു പ്രമുഖ വ്യക്തി, നിങ്ങൾക്കെല്ലാം അറിയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ 50 വർഷക്കാലം പ്രവർത്തിച്ച PN സന്തോഷ്, അതുപോലെ തന്നെ പറവൂർ താലൂക്കിലെ എല്ലാവരും അറിയുന്ന, കേരളത്തിൽ ആകെ അറിയുന്ന ഹോം ഗാർഡ് മിസ്റ്റർ തോമസ്, ഇവരെ ഈ ചടങ്ങിൽ വെച്ച് ഞങ്ങൾ ആദരിക്കുകയാണ്. നാളെ 3 മണി മുതൽ തത്തപ്പിള്ളി ഗവൺമെൻറ് ഹൈസ്കൂളിൽ വെച്ചാണ് പരിപാടി. സഹോദര സ്നേഹിതൻ എൻ്റെ മകള് MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബയോടെക്നോളജിയിൽ 10ാം റാങ്ക് മേടിച്ച് അമല പ്രസാദ്, ആ കുട്ടിയെ ഞങ്ങൾ ഈ വേദിയിൽ ആദരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ഒരു പ്രത്യേക അഭ്യർത്ഥനയിലൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നടത്താമെന്ന് ഏറ്റിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതുപോലെ തന്നെ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നടത്തുന്നത് നമ്മുടെ മുൻ മന്ത്രിയും CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ S ശർമ്മ. അതുപോലെ തന്നെ മുഖ്യാതിഥിയായി നമുക്ക് എത്താൻ പോകുന്നത് ബാംബു കോർപ്പറേഷൻ ചെയർമാൻ മിസ്റ്റർ TK മോഹനൻ. അതുപോലെ ചടങ്ങിൽ മിസ്റ്റർ MJ രാജു, ചെയർമാൻ, വൈസ് ചെയർമാൻ പറവൂർ മുനിസിപ്പാലിറ്റി, മുനമ്പം DOSP S ജയകൃഷ്ണൻ സാർ, അതുപോലെ മുസ്ലിം ലീഗിൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി മിസ്റ്റർ ഗഫൂർ, CPI പറവൂർ താലൂക്ക് സെക്രട്ടറി മിസ്റ്റർ ഇസ്മായിൽ, BJPയുടെ ജില്ലാ കമ്മിറ്റി അംഗം മിസ്റ്റർ സോമൻ ആലപ്പാട്, അതുപോലെ ഞങ്ങളുടെ മന്നം സൊസൈറ്റിയുടെ പ്രസിഡന്റ് L ആദർശ്, അതുപോലെ തന്നെ സിനിമാ ഫീൽഡിൽ നിന്ന് വിനോദ് കടാമംഗലം, OU ബഷീർ, ബിനു അടിമാലി, ഇവരൊക്കെ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും എത്തിച്ചേരുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഫൗണ്ടേഷൻ കോർഡിനേറ്റർ KK അബ്ദുള്ള. നിരവധി ഈ പുരസ്കാര ചടങ്ങുകൾ സാധാരണ നടക്കുന്നുണ്ട്, നമ്മളത് കാണുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ഈ മാനടിയിൽ കുമാരൻ ആൻഡ് ജാനകി കുമാരൻ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ഈ ചടങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ അവർ വളരെ മികച്ച പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാടിൻ്റെ മാലിന്യ നിർമ്മാർജ്ജന ശുചിത്വ രംഗത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾ നടത്തുന്നത്. വളരെ വലിയ സേവനമാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ നാടുകളിൽ വലിയ പകർച്ചവ്യാധികളൊക്കെ പിടിപെടാൻ സാധ്യതയുള്ള ഇന്ന് ഒരുപാട് മാലിന്യ സംസ്കരണമൊക്കെ നമുക്ക് വലിയൊരു പ്രതിസന്ധിയായിട്ട് നിൽക്കുന്ന ഒരു ഘട്ടമാണ്. ഈ സമയത്ത് വളരെ ഫലപ്രദമായാണ് ഒരു വാർഡിൽ 2 പേര് വെച്ച് അവർ നിർവഹിക്കുന്ന സേവനം. പലപ്പോഴും നമ്മളത് കാണാതെ പോവുകയാണ്, അവരുടെ പ്രാധാന്യം നമ്മൾ കാണാതെ പോകും. ആ ആളുകളെ തിരഞ്ഞെടുത്ത് ഒരു വാർഡിൽ നിന്ന് 2 പേര് വെച്ച് ഇപ്പോൾ പറഞ്ഞ 5, 6, 7, 8 വാർഡുകളിലെ 8 പേരെ പ്രത്യേകമായിട്ട് അവരെ നമ്മൾ ആദരിക്കുകയാണ്. സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ ശരിക്കും പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടി നമ്മൾ നടത്തുന്നു. 4 പ്രാവശ്യം സംസ്ഥാന സർക്കാർ ഏറ്റവും മികച്ച ഹോം ഗാർഡായി 4 പ്രാവശ്യം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിനെയാണ് 125ഓളം സ്ഥലങ്ങളിൽ നിന്ന് ഇതുപോലെ സ്നേഹാദരവുകൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും നമ്മൾ ആദരിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. വളരെ ജീവിതാക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യരംഗത്ത് വളരെ വളരെ സജീവമായ, ഇന്ന് അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ സമരത്തോടൊക്കെ ബന്ധപ്പെട്ട് ആശാവർക്കർമാർ എന്താണ് നമ്മുടെ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഇന്നെല്ലാവർക്കും അറിയാം. നമ്മുടെ ആരോഗ്യരംഗത്തുള്ള മുന്നേറ്റത്തിന് സംസ്ഥാനം ആരോഗ്യരംഗത്ത് വലിയ നേട്ടങ്ങൾ അവകാശപ്പെടുമ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായി ക്രെഡിറ്റ് ലഭിക്കേണ്ടത് ഈ ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർക്കാണ്.
അവരെയും നമ്മൾ പ്രത്യേകമായിട്ട് ഇവിടെ ആദരിക്കുന്നുണ്ട്. സൂചിപ്പിച്ചു ശ്രീ PN സന്തോഷ്. അദ്ദേഹം കഴിഞ്ഞ 50 വർഷമായി പൊതുരംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന ഒരാളാണ്. CPI പ്രസ്ഥാനത്തിൽ ബാലസംഘത്തിലൂടെ കടന്നു വന്ന് പിന്നീട് AIYF-ലും അതുപോലെ പാർട്ടിയിലും എത്തിച്ചേർന്ന് നിരവധി സ്ഥാനങ്ങൾ നിർവഹിച്ചുകൊണ്ട് ആണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം 2 വട്ടം 3 വട്ടം ഇവിടെ പഞ്ചായത്ത് മെമ്പറായിരുന്നിട്ടുണ്ട്. പിന്നീട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ഇരുന്നിട്ടുണ്ട്. അതുപോലെ യുടെ ഇപ്പോഴത്തെ ജില്ലാ കൗൺസിൽ അംഗമാണ്. അങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയായ ഈ കാലത്തിനിടയ്ക്ക് യാതൊരുവിധ ആക്ഷേപങ്ങൾക്കിടയില്ലാത്ത വിധം എതിരാളികളിലെ പോലും സ്വീകാര്യനായ രീതിയിൽ പ്രവർത്തിക്കുന്ന തത്തപ്പള്ളിയുടെ പ്രിയപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്ന PN സന്തോഷിനായി ഇവിടെ ആദരിക്കുന്നത് എന്നുള്ളത് നാട്ടിലെ എല്ലാവരും വളരെ അത്യാവേശപൂർവ്വം കാത്തിരിക്കുന്ന ഒരു സംഭവമാണ്. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ MA പ്രദീപ്, പബ്ലിസിറ്റി കൺവീനർ ദിനിൽ തത്തപ്പള്ളി എന്നിവർ പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. CJ ജോയ്, സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.